നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനായി എനിക്ക് പ്രിയങ്കരനായ, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു അതുല്യ കലാകാരനാണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്. ലോകമെമ്പാടും സ്റ്റേജ് ഷോസിലെ ഒരു ഷൈനിങ് സ്റ്റാർ ആണ് ഇദ്ദേഹം. മലയാള ടെലിവിഷനിലും ഒരു ഐക്കോണിക് ടെലിവിഷൻ ഷോയിലെ അതിന്റെ സ്റ്റാർ പ്രസന്റർ ആണ്. അത് മാത്രമല്ല, ഹി ഇസ് ട്രൂലി എ ഫണി ഇന്റലിജന്റ് മാൻ. വളരെയധികം സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ പിഷു എന്ന് വിളിക്കും. ബട്ട് വി നോ ഹിം ആസ് രമേഷ് പിഷാരടി. ലെറ്റ്സ് വെൽക്കം ഹിം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസന്റ്സ് ഹെൻകോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സ്, co-powered by Sera, Asian Paints, Ultima Protest. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേറി വന്നപ്പോ ഞാനാണ് വന്നെങ്കിലും ഒരു രജനീകാന്തിന് കേറി വരാനുള്ള മ്യൂസിക് ഇവിടെ ആരോ ഇട്ടു തന്നു. അതുകൊണ്ട് നിങ്ങൾ കൈയടിച്ചത് ചിലപ്പോ ഫ്ലവേഴ്സിന്റെ പ്രവർത്തകർ കേട്ടിട്ടുണ്ടാവില്ല. ഒരെണ്ണം കൂടെ ശക്തിയായിട്ട് തന്നാൽ വളരെ സന്തോഷമായിരുന്നു. രഞ്ജിനി ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കണം. അതെന്താ പിഷു അങ്ങനെ പറഞ്ഞ? ഇംഗ്ലീഷ് പടം എന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ മണി 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 പോലെ, അതുകൊണ്ടാണോ? അതല്ല, അവര് 150 വർഷം നമ്മളെ അടക്കി ഭരിച്ചത്. അവരോട് നമുക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജിനി അവിടെ ചെല്ലുക, അഭിനയിക്കുക. നന്ദി. ഞാൻ പിഷുവിനോട് ഇപ്പൊ തന്നെ പ്രതികാരം ചെയ്യട്ടെ? എന്താണ് ചെയ്യട്ടെ? ചെയ്യട്ടെ. എനിക്കിനി പേയ്മെന്റ് വേണ്ട, ഞാൻ പോട്ടെ. ഓക്കെ. ഇതൊക്കെ ഉള്ളൂ അവസാന കാലത്ത് ഓർക്കാൻ മിച്ചം കിടക്കുന്നത്. ചെക്കും പേയ്മെന്റും ഒന്നും ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. വളരെ സന്തോഷം. പറയാൻ വന്നതെല്ലാം മറന്നും പോയി, റിലേം പോയി. അവർക്കത് ശീലമാണ്. എനിക്കിത് കൊല്ലത്തിൽ ഒന്നേ ഉള്ളേ, അതുകൊണ്ട് വലിയ പാടാ. ഇവിടം നാട് പോലെയായി. രാവിലെ ജനൽ തുറക്കുമ്പോൾ മഴയും മഞ്ഞുതുള്ളിയും ഒക്കെ കാണുന്നു. നാട്ടിൽ 40-42 ഡിഗ്രി ചൂട് സുഖമായിട്ടുണ്ട്. പണ്ടൊക്കെ ആവി പിടിക്കുമ്പോൾ കമ്പിളിയിട്ട് പുതയ്ക്കണമായിരുന്നു. ഇപ്പൊ വിക്സ് എടുത്ത് വെള്ളത്തിൽ വെച്ച് മുറ്റത്തേക്ക് വെച്ച് അടുത്ത് നിന്നാൽ മതി, സുഖമായിട്ട് ആവി പിടിക്കാം. ആ പരുവത്തിലായി നാട്ടില് ചൂടും കാര്യങ്ങളും എല്ലാം. പ്രത്യേകിച്ച് ഇലക്ഷനും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ആമുഖ പ്രസംഗത്തിനൊന്നും സമയമില്ല. TV തുറന്നാൽ 24 മണിക്കൂറും ഇലക്ഷനാണ്, ഇലക്ഷൻ വാർത്തകളാണ്. ഈ സാഹചര്യത്തിൽ ചിലർ ഇവിടെ ഗാനങ്ങളുമായി എത്തുകയാണ്. നിങ്ങൾക്ക് അറിവുള്ളവരാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാ സിനിമാ താരങ്ങളും സംഗീത ശാഖയിലേക്ക് തിരിഞ്ഞു പാടി തുടങ്ങി. പിന്നണി ഗായകരിൽ പലരും അഭിനയിച്ചു തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ താരങ്ങളും അവരുടെ പ്രചരണത്തിന് ഗാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഗാനങ്ങളുമായിട്ട് ചില രാഷ്ട്രീയ താരങ്ങൾ ഇവിടെ എത്തുകയാണ്. ആദ്യം എത്തുന്നത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എത്തി ഇങ്ങനെ ഒരു പാട്ടുപാടി. മലയാളക്കരയാകെ സോളാറിൻ വല വച്ച് എല്ലാരെയും സൂത്രത്തിൽ കുടുക്കി. ഇവളാണ് മിടുമിടുക്കി. मेरी आंखों की किनारे में छिपा हुआ समंदर का दरिया. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ക്ലിഫ് ഹൌസിൽ പണ്ട് താമസിച്ചിരുന്നൊരു ജിന്നാണ് ബഹൻ, ജിന്നാണ്. ജിന്നോ? എനിക്ക് പേടിയാണ്, എന്നെ ഉപദ്രവിക്കരുത്. മുത്തേ പൊന്നെ ചതിക്കല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ? എന്തിനു എന്നെ പെടുത്തുന്നു വെറുതെ? ഇവിടുള്ള കേസിലെല്ലാം പറഞ്ഞല്ലോ, കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. മൈക്ക് ഞാൻ അന്തപ്പൻ സാറിന് കൈമാറുന്നു. സുധീരൻ സാറേ, സുധീരൻ സാറേ. അടുത്ത വരികൾ വളരെ പിച്ചു കൂടിയതാണ്. ആലപിക്കുന്നതിനായി മൈക്ക് മാണി സാറിന് കൈമാറുന്നു. ചങ്ക് പാറിച്ച് പാലക്കാർക്ക് കൊണ്ട് കൊടുത്ത് കാര്യം കഴിഞ്ഞ് നിർബന്ധിച്ച് രാജിവെപ്പിച്ച് സുധീരൻ സാറേ. നമസ്കാരം. സുദീർഘമായി ഇനി മിമിക്രി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് സമയത്തിന്റെ വില കണക്കാക്കുമ്പോൾ ഏറ്റിക്കൊണ്ടു പോകുന്നത് ശരി.